മച്ചവരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കെ വ്ളോഗ്സ് അഭിലാഷ്. നമ്മളിപ്പോൾ ഉള്ളത് കുരിയച്ചിറയിലുള്ള ട്രിച്ചു TVS ആണ് കേട്ടോ. എന്താന്നല്ലേ, ന്യൂ ജുപിറ്റർ നമുക്ക് ലോഞ്ച് ചെയ്തേക്കാണ് ഇവിടെ. അപ്പൊ ആ ഒരു വാഹനങ്ങളുടെ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയില്. അപ്പൊ ആ ഒരു വീഡിയോയിലോട്ട് പോവാം. പോരെ. നമ്മുടെ ട്രിച്ചു TVSലെ സെയിൽസ് മാനേജർ ആയിട്ടുള്ള സഞ്ജു മച്ചാൻ നമ്മളോടൊപ്പം ഉണ്ട്. ന്യൂ ജുപിറ്ററിന്റെ അപ്ഡേഷൻ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമുക്ക് സഞ്ജു മച്ചാനോട് ഈ ഒരു പുതിയ വാഹനത്തിന്റെ വിശേഷങ്ങൾ ചോദിക്കട്ടോ. സഞ്ജു മച്ചാൻ നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ സഞ്ജു മച്ചാനെ, നമ്മളിന്ന് വന്നിട്ടുള്ളത് ന്യൂ ജുപിറ്ററിന്റെ അപ്ഡേഷൻ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. എന്തൊക്കെയാണ് നമുക്ക് TVS ന്യൂ ജുപിറ്ററിൽ വരുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ? ബ്രോ, ഇൻഫിനിറ്റി ലൈറ്റ് ബാർ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഫുള്ളി ഡിജിറ്റൽ കളർ ആയിട്ടുള്ള ക്ലസ്റ്റർ ആണ് നമുക്ക് വന്നിട്ടുള്ളത്. എനർജി ബ്രേക്കിംഗ് വാർണിംഗ് വരുന്നുണ്ട്. ഫോളോ മീ ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. നമുക്ക് ഫ്രണ്ടിലാണ് ഫ്യൂവൽ ഫില്ലിംഗ് വരുന്നത്. നമുക്ക് ലോങ് സീറ്റ് ആണ് വരുന്നത്. അതേപോലെ തന്നെ ഡബിൾ ഹെൽമെറ്റ് സ്പേസും നമുക്ക് വരുന്നുണ്ട്. പ്രത്യേകിച്ച് പറയാനുള്ളത് TVSന്റെ ഐഗോ അസിസ്റ്റന്റ് വരുന്നുണ്ട്. ഇത് നമുക്ക് ബെറ്റർ പിക്കപ്പിനും അതേപോലെ തന്നെ 10% വരെ മൈലേജ് ഇംപ്രൂവ് ചെയ്യാനും നമുക്ക് ഇതിന് പറ്റുന്നുണ്ട്. ടൈനിങ് സിഗ്നലായിട്ട് റെസ്റ്റ് വരുന്നുണ്ട്. LED ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. ആ സാർ ലാമ്പ് നമുക്ക് ഇത് ഫസ്റ്റ് ഇൻ ദ സെഗ്മെന്റിൽ വന്നിട്ടുള്ളതാണ്. സഞ്ജു മച്ചാനെ, അപ്പൊ നമുക്ക് വാഹനത്തിന്റെ ഫ്രണ്ടിൽ തന്നെ തുടങ്ങിയാലോ? തീർച്ചയായിട്ടും. അപ്പൊ ബ്രോ, നമുക്ക് ഫ്രണ്ടിൽ തന്നെ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു LED ഹെഡ്ലൈറ്റ് ആണ് വന്നിട്ടുള്ളത്. ഫോളോ മീ ഹെഡ്ലൈറ്റ് ആണ് നമുക്ക് വരുന്നത്. പ്രീമിയം കളർ ഓപ്ഷൻസ് ആണ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഡിസൈനും കാര്യങ്ങളും. അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ DRL നമുക്ക് വരുന്നത് കുറച്ചും കൂടി LED ലൈറ്റ് ആണ് നമുക്ക് വരുന്നത്. അതിൽ ഹസാർഡ് ലൈറ്റും ഇൻഡിക്കേറ്ററും നമുക്ക് ഇമ്പൾട്ട് ആയിട്ടാണ് നമുക്ക് വരുന്നത്. നൈറ്റ് ഒക്കെ ഒന്നുകൂടിയും പ്രകാശം കൂടുതലും നല്ല പോലെ നമുക്ക് ഇതിൽ വരുമ്പോൾ 12 ഇഞ്ച് വീലാണ് നമുക്ക് വരുന്നത്. ഇതിൽ ഡ്രമ്മിലും ഡിസ്കിലും നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നല്ലൊരു പ്രീമിയം ഡിസൈനിലും അതേപോലെ തന്നെ ജൂപ്പിറ്ററിന്റെ നല്ലൊരു ലോഗോ ഡിസൈനിലും ബ്ലാക്ക് ഔട്ട് തീമിൽ നല്ലൊരു മാറ്റ് ഫിനിഷിലാണ് നമുക്ക് ഈ കളർ കൊടുത്തിട്ടുള്ളത്. ഈ സൈഡിൽ നമുക്ക് ജൂപ്പിറ്ററിന് നല്ലൊരു അടിപൊളി ഡിസൈനിലുള്ള ലോഗോയും നമുക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്കിലെ സസ്പെൻഷൻ നമുക്ക് വരുന്നത് ട്വിൻ ട്യൂബ് ഇമുലേഷൻ ടൈപ്പ് ഷോക്ക് അബ്സോർവർ വിത്ത് 3 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആണ് നമുക്ക് വരുന്നത്. എഞ്ചിൻ വൈസ് പറയുമ്പോൾ നമുക്ക് സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് CVTi ടെക്നോളജിയിൽ നമുക്ക് ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ് വരുന്നത്. 113 cc എഞ്ചിനാണ് നമുക്ക് വരുന്നത്. അതേപോലെ തന്നെ മാക്സിമം പവർ നമുക്ക് വരുന്നത് 5.9 കിലോവാട്ടിൽ അറ്റ് 6500 RPM നമുക്ക് വരുന്നത്. ടോർക്കിന്റെ കാര്യം പറയുകയാണെന്നുവെച്ചെങ്കിൽ ഐഗോ അസിസ്റ്റന്റിലാണെങ്കിൽ 9.8 mm അറ്റ് 5000 RPM വിത്തൗട്ട് അസിസ്റ്റന്റിൽ നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ 9.2 nm അറ്റ് 5000 RPM നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുക. പിന്നെ നമുക്കിത് കിക്ക് സ്റ്റാർട്ടിലും ഇലക്ട്രിക് സ്റ്റാർട്ടിലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ബ്രോ, ഇനി നമുക്ക് ഇതിന്റെ ബാക്ക് നമുക്കൊന്ന് നോക്കാം. ഈ ബാക്ക് കാണുമ്പോൾ എങ്ങനെയുണ്ട് അബു ബ്രോ ഡിസൈൻ? അതായത് സഞ്ജു മച്ചാനെ, പഴയ ജുപിറ്ററിൽ നിന്നും ഒരു വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ അല്ലെ? അത് തീർച്ചയായിട്ടും നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ഡിസൈനിലാണ് അവർ ബാക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ടൈൽ ലൈറ്റും ഇൻഡിക്കേറ്ററും അതിൽ ഓൾറെഡി ഇമ്പൾട്ട് ആണ്. അതേപോലെ തന്നെ ബ്ലാക്ക് ഔട്ട് തീമിൽ ഒരു മാറ്റ് ഫിനിഷോട് കൂടിയിട്ടാണ് അവർ ഡിസൈൻ കൊണ്ടുവന്നിട്ടുള്ളത്. തൊട്ട് മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഗ്യാബ് റെയിൽ നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെയാണ് അവർ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബ്രോ, അപ്പം നമ്മുടെ സീറ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നല്ലൊരു ലോങ് സീറ്റാണ് നമുക്ക് ഇതിനെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ നല്ല ലെങ്തി ആയിട്ടുള്ള സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. 2 ഹെൽമെറ്റ് നമുക്ക് ഇതിൽ ക്യാരി ചെയ്ത് പോകാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സ്റ്റേഷനറി കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്ത് ഈസി ആയിട്ട് നമുക്ക് ക്യാരി ചെയ്യാനായിട്ട് പറ്റും. ആ ഡോക്യുമെന്റ്സ് നമുക്ക് ഇതിൽ ഈസി ആയിട്ട് ക്യാരി ചെയ്യാം. ഫുഡ് സ്പേസ് നോക്കുകയാണെങ്കിൽ നല്ല ലെങ്തി ആയിട്ടുള്ള ഫുഡ് സ്പേസ് ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. നമുക്കൊരു ഈസി ആയിട്ട് ഫ്രണ്ടിൽ തന്നെ അതിന്റെ ഫ്യൂവൽ ഫില്ലിങ്ങും നമുക്ക് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഫ്യൂവൽ ഫിൽ ചെയ്യാനായിട്ട് ഭയങ്കര ഈസി ആയിരിക്കും. അതേപോലെ തന്നെ നമുക്ക് USB ചാർജിംഗ് പോർട്ടും വരുന്നുണ്ട്. അതേപോലെ തന്നെ മൊബൈൽ ഹോൾഡ് ചെയ്യാനുള്ള സ്റ്റോറേജ് സ്പേസും നമുക്ക് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് പോവാം.
ഇതിന്റെ പ്രത്യേകത ഹൈലി ആയിട്ട് പറയാനുള്ളത്, ഇതിലൊരു പ്രത്യേകത വരുന്നുണ്ട്, ഫൈൻഡ് മൈ ടെക്നോളജി വരുന്നുണ്ട്. നമ്മുടെ ഒരു വാഹനം നമുക്ക് എവിടെയെങ്കിലും തിരക്കുള്ള ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഫൈൻഡ് മൈ വെഹിക്കിൾ ടെക്നോളജിയിൽ നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല നാവിഗേഷൻ അസിസ്റ്റന്റ് വരുന്നുണ്ട്, വോയിസ് അസിസ്റ്റന്റ് വരുന്നുണ്ട്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട്, അതേപോലെ കോൾ ആൻഡ് ടെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ ഓപ്ഷൻ വരുന്നുണ്ട്, ആവറേജ് ഫ്യൂവൽ എക്കോണമി നമുക്കിതിൽ വരുന്നുണ്ട് ഓപ്ഷൻസ് ആയിട്ട്. അപ്പൊ ബ്രോ നമുക്കിനി സ്വിച്ചസിന്റെ കാര്യം പറയുമ്പോൾ ഇതില് ഡിമ്മ്, ബ്രൈറ്റ്, പാസ് ലൈറ്റ് സ്വിച്ച് ആണ് നമുക്ക് വരുന്നത്. ഇൻഡിക്കേറ്ററിൽ കൊടുക്കുമ്പോൾ ലെഫ്റ്റ്, റൈറ്റ്, അതേപോലെ തന്നെ ഇത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹസാർഡ് ലൈറ്റ് ഓൺ ആവുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് ഐഗോ അസിസ്റ്റന്റ് സ്വിച്ച് വരുന്നുണ്ട്, ഓൺ ചെയ്യാനോ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് സെൽഫ് സ്റ്റാർട്ടിന്റെ ബട്ടണും വോയിസ് അസിസ്റ്റന്റ് ബട്ടണാണ് നമുക്ക് ഇതിൽ വരുന്നത്. നമ്മുടെ ന്യൂ ജൂപ്പിറ്ററിൽ എത്ര കളേഴ്സ് ആണ് വരുന്നത്? മൊത്തം നമുക്ക് 6 കളേഴ്സ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഏതൊക്കെ കളേഴ്സ് ആണ് അത്? നമുക്ക് വൈറ്റ് വരുന്നുണ്ട്, ഗ്രേ വരുന്നുണ്ട്, റെഡ് വരുന്നുണ്ട്, അതേപോലെ തന്നെ കോപ്പർ മാറ്റ് കളർ വരുന്നുണ്ട്, ബ്ലൂ മാറ്റ് വരുന്നുണ്ട്, അതേപോലെ തന്നെ സ്റ്റാർ ലൈറ്റ് ബ്ലൂ വരുന്നുണ്ട്. നമുക്ക് ന്യൂ ജൂപ്പിറ്റർ വരുമ്പോൾ എത്ര വേരിയൻസ് ആണ് നമുക്ക് വരുന്നത്? 3 വേരിയൻസ് ആണ് വരുന്നത്. അതിൽ ഡ്രം SMW വരുന്നുണ്ട്, അലോവിയിൽ വരുന്നുണ്ട്, അതേപോലെ തന്നെ ടോപ്പ് എൻഡിൽ XXE ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള മോഡലാണെങ്കിൽ ഡ്രമ്മിലും വരുന്നുണ്ട്, ഡിസ്ക് ബ്രേക്കിലും വരുന്നുണ്ട്. നമുക്ക് ജൂപ്പിറ്ററിന്റെ റേറ്റ് വരുന്നത് നമുക്ക് ബേസ് നമുക്ക് 1,02,000 മുതൽ 1,17,000 വരെ ടോപ്പിൽ നമുക്ക് റേറ്റ് വരുന്നുണ്ട്. അല്ലേ സഞ്ജു അച്ഛൻ? അപ്പോ ന്യൂ ജൂപ്പിറ്ററിന്റെ വിശേഷങ്ങൾ ഇത്രയാണ് വരുന്നത് അല്ലേ? അപ്പൊ എന്തായാലും ഈ ഒരു സമയം കൊണ്ട് ന്യൂ ജൂപ്പിറ്ററിന്റെ വിശേഷങ്ങൾ പറഞ്ഞു തന്ന സെയിൽസ് മാനേജർ ആയിട്ടുള്ള സഞ്ജു അച്ഛൻ, താങ്ക് യു. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോയില് ഇവിടുത്തെ നമ്പർ ഉണ്ടാവും. അപ്പൊ എന്തായാലും കോളുകൾ വരട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു മച്ചവരെ. അപ്പൊ ഇന്നത്തെ വിശേഷം TVSന്റെ ന്യൂ ജൂപ്പിറ്ററിന്റെ വിശേഷങ്ങളായിരുന്നു. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ ആ ബെൽ ബട്ടൺ അങ്ങോട്ട് അമർത്തി അങ്ങോട്ട് ചോട്ടി പൊട്ടിച്ചോളൂ. ഞാൻ നിങ്ങളുടെ സ്വന്തം അബു കെ വ്ലോഗ്സ് അഭിലാഷ്. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.